വെറുതെ തട്ടിപ്പാണ്. ഓഫർ ഉണ്ട് എന്ന് പറയാ, എന്നിട്ട് ഓൺ റോഡ് പ്രൈസ് ഒന്നും പറയാതെ വെറുതെ ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടി. അങ്ങനെയാണ് നമുക്ക് ചില കമന്റ്സ് വരാറുള്ളത്. ഇന്ന് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് അറിയോ? ഇതാണ് നമ്മുടെ ഓഫർ മാരുതി നെക്സയിൽ ഈ മാസത്തെ. ഇതാണ് ഇവിടെ വെക്കുന്ന എല്ലാ വണ്ടികളുടെയും ഓൺ റോഡ് പ്രൈസ്. ഓഫറും ഓൺ റോഡ് പ്രൈസും രണ്ടും ഈ വീഡിയോയിൽ പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ പറ്റിക്കലാണോ അല്ലേ എന്നുള്ള പറയാം. അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് കണ്ണൂർ തളിപ്പറമ്പിലുള്ള പോപ്പുലർ നെക്സ ഷോറൂമിലാണ്. നമ്മൾ മുന്നേ 2 വട്ടം ഇവിടുത്തെ ഓഫർ വീഡിയോ ചെയ്തപ്പോൾ വന്ന കമൻറ്റാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ പരാതി നമ്മൾ ഇന്ന് തീർക്കാൻ പോവാണ്. ഓഫർ പറഞ്ഞ അടുത്ത കാര്യം പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ആണ്. നമസ്കാരം. നമ്മൾ വീണ്ടും ഓഫറൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഒന്ന് പരിചയപ്പെടുത്തിയോ? പേരും? എൻ്റെ പേര് റോഷ്നിയാണ്. തളിപ്പറമ്പ് നെക്സയിൽ ആറുമായിട്ട് വർക്ക് ചെയ്യാണ്. അതെ, പോപ്പുലർ നെക്സ തളിപ്പറമ്പിൽ ആറുമാണ്. അപ്പോൾ നമ്മൾ ഇഗ്നിസ് തൊട്ട് നോക്കാല്ലേ? അതെ. നമ്മളിന്ന് ഓഫർ മാത്രമല്ല കേട്ടോ പറയുന്നത്, ഓൺ റോഡ് പ്രൈസും പറയാൻ പോകും. കാരണം നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ റോഡ് പറയാതെ ഓഫർ മാത്രം അറിഞ്ഞിട്ട് എന്താ കാര്യം. എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇഗ്നിസ് ആണ് ഒരു നെക്സ ഷോറൂമുകളിൽ നമുക്കൊരു സ്റ്റാർട്ടിങ്, അതായത് ഏറ്റവും ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മാസം എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും? നമുക്ക് ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ $88,000 ഡിസ്കൗണ്ട് വരുന്നുണ്ട് ടോട്ടൽ ഓഫർ. അതാണ് ഏറ്റവും ഹൈയസ്റ്റ്. അതെ, മാനുവൽ ആണെങ്കിൽ 83,000 വരുന്നുണ്ട്. അപ്പോൾ 88,000 രൂപ വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഇഗ്നിസ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇഗ്നിസ് നമുക്ക് സിഗ്മ, അതിലാണ് നമുക്ക് 4 വേരിയൻ്റിലാണ് വരിക. സിഗ്മ ആണ് ഏറ്റവും സ്റ്റാർട്ടിങ് വേരിയൻ്റ് അല്ലേ? അപ്പോൾ ഓൺ റോഡ് 6,86,000 രൂപ അതിൻ്റെ ഓൺ റോഡ് വില വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഓഫറും പറഞ്ഞിട്ടുള്ളത്. സിഗ്മ മാനുവലായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ മാനുവലിന് എത്ര? 83,000. അതെങ്ങനെ അതിന്റെ കൺസ്യൂമർ ഓഫർ? കൺസ്യൂമർ ഓഫർ 50,000 ആണ്. എക്സ്ചേഞ്ച് ഓഫർ 30,000. പിന്നെ നമുക്ക് റൂറൽ ഓഫർ എല്ലാം ചേർന്ന് 3,100. ഓക്കെ, അപ്പോൾ 50,000 രൂപ കൺസ്യൂമർ ഓഫർ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓഫർ ഒന്നും കിട്ടിയില്ലെങ്കിൽ കൺസ്യൂമർ ഓഫർ മാത്രം കിട്ടിയാലും നിങ്ങൾക്ക് ഇത് 6,86,000 50,000 രൂപ ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ ഒരു 6,30,000 36,000 രൂപക്കൊക്കെ ഇഗ്നിസ് ഓൺ റോഡ് വിലക്ക് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയാം. 7 ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുള്ളവർക്കും ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടുപോകും എന്ന് പറയാം. വലുത് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? 15 ഇഞ്ചിന്റെ വീല് അല്ലേ? സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഏറ്റവും ടോപ്പ് എൻഡിൽ 15 ഇഞ്ചിന്റെ വീലാണ്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏറ്റവും ഹൈസ്റ്റ് ആയിട്ട് ഈ ഒരു വെഹിക്കിളിന് വരുന്നുണ്ട്. 180+ വരുന്നുണ്ട് ഇതിന്റെ. അടിതട്ടുന്ന പ്രശ്നമില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഇതിന്റെ ഹെഡ് ലാംപ്സ് പ്രൊജക്റ്റഡ് LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ്. DRS വരുന്നത് കംപ്ലീറ്റ് LED DRS ആണ്. പിന്നെ അത് പിന്നെ ടോപ്പ് എൻഡിലേ കിട്ടുള്ളൂ. അപ്പൊ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതായത് എനിക്കൊന്നും സീറ്റ എന്ന് പറഞ്ഞ 3ാമത്തെ വരെ നമുക്ക് സ്മാർട്ട് കീ അലോയ്സിലെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കില് റിയർ വൈപ്പർ, ക്യാമറ, അങ്ങനെ ഫുള്ളി ലോഡർ ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇറക്കാനായിട്ട് പറ്റും. ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവർക്കാണെന്നില്ല എനിക്കൊന്ന് പഠിച്ചിറങ്ങിയ ഉടനെ അല്ലേ കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനമാണ്. ഒതുക്കുള്ള വണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഒരു സീറ്റ് ഹൈറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഉള്ളിലിരുന്ന വ്യക്തമായിട്ട് പുറത്ത് കണ്ടുകൊണ്ട് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് അത്തരത്തിൽ നോക്കുന്നവരാണെങ്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 8,03,000 രൂപയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിന് ഓഫർ കൂടുതലുണ്ട് അല്ലേ? എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ 55,000 രൂപ കൺസ്യൂമർ ഓഫർ മാത്രം കുറയും അല്ലേ? അപ്പോൾ ഈ ഒരു 8,03,000 55,000 രൂപ കൺസ്യൂമർ ഓഫർ പറയുമ്പോൾ 7.5 ലക്ഷത്തിന് തന്നെ ഓട്ടോമാറ്റിക്. എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 30,000 രൂപ. ഇത് ടോട്ടൽ ഓഫർ ആണ്. എക്സ്ചേഞ്ച് 30,000 വരുന്നത്. ടോട്ടൽ ആണ് 88. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ 8 ലക്ഷത്തിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇഗ്നിസ്. ഇതൊക്കെ നമ്മൾ ഈ മാർച്ചത്തെ ഓഫർ അല്ലേ പറയുന്നത്? അപ്പോൾ വണ്ടി അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർച്ചിൽ തന്നെ കൊടുക്കാം. കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. എല്ലാ വേരിയന്റും പ്രൈസ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇഗ്നിസ് തന്നെ നമുക്ക് 8-9 വേരിയന്റ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ അല്ലേ? അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി ഓൺ റോഡ് പ്രൈസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വേരിയന്റ് കൂടി ഞാൻ പറയാം. നമ്മൾ ബേസ് വേരിയന്റ് 6,86 ഓഫർ കഴിഞ്ഞാൽ നമുക്ക് 6,30 കിട്ടുമെന്ന് പറഞ്ഞില്ല. അത് സെക്കൻഡ് വേരിയന്റിലേക്ക് പോകണമെങ്കിൽ 7,46 വരുന്നുള്ളൂ ഓൺ റോഡ്. അതിൽ നിന്ന് ഈ പറഞ്ഞ 80,000 88,000 രൂപ കുറയും. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇഗ്നിസിന്റെ കഥ. അടുത്ത് ഗ്രാൻഡ് വിറ്റാര നോക്കാം അല്ലേ? ഗ്രാൻഡ് വിറ്റാര ഏതാ? ഹൈബ്രിഡാ? ഫുള്ളി ഹൈബ്രിഡ് ആണ്. ഓഫർ ഇതിനാണ് കൂടുതൽ? ഇതിനാണ് ഏറ്റവും കൂടുതൽ. ഹൈബ്രിഡിനാണ് കൂടുതൽ. എത്ര? 1,33,000 രൂപ വരെ ഹൈബ്രിഡിന് ഓഫർ വരുന്നുണ്ട്. ഓക്കെ, 1,33,000 രൂപ ഹൈബ്രിഡിന് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡിന്റെ പ്രൈസ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്രാൻഡ് വിറ്റാര 22,36,000 രൂപയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്നാണ് ഈ പറഞ്ഞ എമൗണ്ട് കുറയാം. 1,33,000 ആ ടോട്ടൽ ഓഫർ കുറയുന്നത് ഈ എമൗണ്ട് ആണ്. അപ്പോൾ അത് കൂടാതെ എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട് അല്ലേ? അത് സ്ട്രോങ് ഹൈബ്രിഡിനല്ലേ? സ്ട്രോങ് ഹൈബ്രിഡിന് എക്സ്ട്രാ എക്സ്റ്റൻഡ് വാറന്റി ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അത് എത്ര കോസ്റ്റ് വരുന്ന? ഏകദേശം 38,000 രൂപയോളം വരുന്നുണ്ട്.
അപ്പോൾ അത് ഈ ഓഫറിന് പുറമെയുള്ള എമൗണ്ട് ആണ്. അപ്പോൾ മൊത്തം 1,33,000 രൂപയുടെ ഓഫറും പ്ലസ് ഒരു 38,000 40,000 രൂപ അടുപ്പിച്ച് എക്സ്റ്റൻഡ് വാറന്റിയും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 1,00,000 മേലെ ബെനിഫിറ്റ് കിട്ടും എന്ന് പറയാം സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുന്നവർക്ക്. അപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത മൈലേജ് ആണ് അല്ലേ? 27.97 ആണ് ഇതിന്റെ മൈലേജ്. പെട്രോൾ കാറിനുള്ള മൈലേജ് ആണ് 27 കിലോമീറ്റർ കേട്ടോ. ആ ഒരു മുതലാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ്. അതിനെത്ര മൈലേജ് പറയുന്നത്? മൈലേജ് കമ്പനി പറയുന്നത് 21-29 റേഞ്ചിലാണ്. ഓക്കെ. അപ്പോൾ ഇതിനേക്കാൾ സ്ട്രോങ് ഹൈബ്രിഡിനേക്കാൾ ഒരു 7-8 കിലോമീറ്റർ കുറവില്ലേ? കുറവാണ്. ഓക്കെ. ആ ഒരു ക്ലെയിം ചെയ്താണ്ടോ 2 മൈലേജും പറഞ്ഞിട്ടുള്ളത്. അതിനെങ്ങനെ ഓഫർ? അതിന്റെ ഓഫർ 1,13,000 ആണ് ടോട്ടൽ ഓഫർ വരുന്നത്. 1,13,000 രൂപ. ഓക്കെ. അപ്പോൾ അതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. സിഗ്മ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരിക. 13,31,000 ആണ് ഓൺ റോഡ് വില വരുന്നത് കേട്ടോ. പക്ഷേ ഈ മാസം നമുക്ക് ആ വേരിയന്റ് ഓഫർ ഇല്ല അല്ലേ? പക്ഷേ അതിന് പകരം 60,000 നമ്മുടെ കൺസ്യൂമർ ഓഫർ ആയിട്ട് ഡെൽറ്റയ്ക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വേരിയന്റിലുണ്ട് 60,000. ഓക്കെ. അപ്പോൾ അതിന് കാരണമുണ്ട്. അതായത് സിഗ്മക്ക് ഓഫർ കുറയാൻ എന്താ കാരണം എന്നറിയോ? വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെ വാങ്ങുന്ന ഒരു വേരിയന്റ് ആണ്. കാരണം 13 ലക്ഷത്തിനൊക്കെ ഇത്രയും വലിയൊരു വണ്ടി, അതും ഫുള്ളി ഫീച്ചർ ലോഡർ ആണ്. നമുക്കില്ല പുഷ് ബട്ടൺ സ്റ്റാർട്ടും 4 പവർ വിൻഡോ അടക്കം എല്ലാ DRL കാര്യങ്ങൾ അങ്ങനെ ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ആ വിലക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് ഓഫർ കാര്യങ്ങളൊന്നും മാറി തൽക്കാലം തന്നിട്ടില്ല. പിന്നെ ഇതിന്റെ തൊട്ട് ഓഫർ വരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആണ്. അതിന്റെ ഓൺ റോഡ് പ്രൈസ് 14,61,000 ആണ്. അതിൽ നിന്നാണ് 1,13,000 ഡിസ്കൗണ്ട്. ഓക്കെ. അതെങ്ങനെ സ്പ്ലിറ്റ് വരുമ്പോൾ കൺസ്യൂമർ ഓഫർ എത്ര വരുന്നത്? 60,000 ആണ് കൺസ്യൂമർ ഓഫർ വരുന്നത്. 60,000 എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഡൊമിനിയൻ കിറ്റ് ഉണ്ട്. ഓക്കെ. ആക്സറി പാക്കില് അത് പ്ലസ് 20,000 രൂപ അങ്ങനെയാണ് വരിക. ഏതെങ്കിലും ഒന്ന് സെലക്ട് കിറ്റ് എത്ര വർത്ത്? എത്ര 43,200 റേഞ്ചിലുള്ള. അപ്പോൾ എമൗണ്ട് സെയിം തന്നെ വരും അല്ലേ? അതായത് 60,000 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് സ്വീകരിക്കാം, അതല്ലെങ്കിൽ ആക്സറി പാക്ക് ആഡ് ചെയ്യാം ആ പ്രൈസിന്. ഓക്കെ. ആ രൂപത്തിലൊരു പ്ലാൻ കൂടി ഉണ്ട്. അത് സ്ട്രോങ് ഹൈബ്രിഡ് ഇല്ല അല്ലേ? അത് ടോട്ടൽ ഓഫർ വരുന്നത് ആക്സറിയുടെ ഓഫർ ഇല്ല, ആക്സസറി ഓഫർ ഇല്ല. എക്സ്റ്റൻഡ് വാറന്റിയും 60,000 എക്സ്റ്റൻഡ് വാറന്റി ഓഫർ ഉണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് 50,000 പിന്നെ MSIL ആയിട്ടുള്ള മാരുതി തന്നെ നമ്മുടെ എക്സ്ട്രാ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. എന്താ പറയാ, നിങ്ങൾക്കുള്ള വണ്ടിയും മാരുതി ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഓഫർ 20,000 അഡീഷണൽ ബോണസ് പോലെ. അപ്പൊ 50,000 രൂപ ആ രൂപത്തിൽ എക്സ്ചേഞ്ചിന് മാത്രം കിട്ടുന്നുണ്ട്. 50,000 രൂപ ഏത് വണ്ടി എക്സ്ചേഞ്ച് ആയാലും കിട്ടും. പ്ലസ് 20,000 MSIL മാരുതി തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 70,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് മാത്രം കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു ബെസ്റ്റ് ഓഫർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ആ 20,000 സ്മാർട്ട് ഹൈബ്രിഡിനും വരുന്നുണ്ട്. പക്ഷേ 30+20 എല്ലാ വെഹിക്കിൾസിനും കിട്ടും. 20 എന്ന് പറയുന്നത് MSIL മാത്രം മാരുതി വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പോൾ എക്സ്ചേഞ്ച് ഉള്ളവർക്ക് കുറച്ചുകൂടി നല്ലൊരു ചാൻസ് ആണ് എന്ന് പറയാം. ഇതെങ്ങനെ വണ്ടികൾ കൊടുക്കാണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുള്ള വെഹിക്കിളാണ്. ഹൈബ്രിഡ് ആണെങ്കിലും രണ്ട് മോഡൽസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. കളേഴ്സും ഇല്ല അവൈലബിൾ അല്ലേ? അപ്പോൾ ഈ കളർ ഏതാ? നെക്സ ബ്ലൂ ആണ്. നെക്സ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് അല്ലേ കാണുന്നത്? അല്ല, അതിന് തൊട്ട് താഴെ Zeta Plus ആണ്. ഓക്കെ. Zeta Plus CVT ആണ് കേട്ടോ. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഹെഡ് അപ്പ് ഡിസ്പ്ലേ, പാനോമിക് റൂഫ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. അടുത്ത് നമുക്ക് ഏതാ നോക്കാം? ഫ്രോങ്സ് നോക്കിയാലോ? ഫ്രോങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വാഹനമാണെന്ന് പറയാം. അത് ഏറ്റവും അധികം എൻക്വയറി വരുന്ന അല്ലെങ്കിൽ റോഡിൽ കാണുന്ന ഒരു വാഹനമായിരിക്കും. നിങ്ങൾ ഇപ്പം എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനം ഇതിൻ്റെ ലുക്ക് തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ ഏറ്റവും വളരെ പെട്ടെന്ന് 2 ലക്ഷം യൂണിറ്റൊക്കെ വിറ്റ റെക്കോർഡ് നേടിയിട്ടുള്ള വാഹനമാണ് അല്ല ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വിട്ടത്. അതെ. എനിക്ക് തോന്നുന്നു ലുക്ക് തന്നെ അല്ലേ മെയിൻ ഘടകം. കാരണം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ 4 സിലിണ്ടർ എഞ്ചിൻ നമുക്ക് ഇഗ്നിസിലും ബലേനോയിലും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ലുക്ക് ഇതിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിന് ടെർബോ എന്ന് പറഞ്ഞ ഒരു വേർഷൻ കൂടി 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. 1.2 1 ലിറ്റർ അങ്ങനെ 2 എഞ്ചിൻ വരുന്നുണ്ട്. അപ്പൊ രണ്ടിനും വേറെ ഓഫർ 2 ഓഫർ ഉണ്ട്. ടെർബോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ. 60,000 രൂപ പ്ലസ് നമ്മുടെ ഒരു വെലോസിറ്റി കിറ്റും കൂടി ടെർബോയ്ക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. എത്ര രൂപ കോസ്റ്റ്? 43,000 രൂപ കോസ്റ്റ് ഉള്ള ടെർബോയ്ക്ക് മാത്രമേ. ഏതെങ്കിലും ഒന്നല്ല, ഓപ്ഷനല്ല, രണ്ടും കിട്ടും. ഓക്കെ. അപ്പൊ 60,000 രൂപയുടെ എമൗണ്ട് ഓഫർ വരുന്നുണ്ട്. അതുകൂടെ 43,000 രൂപയുടെ ആക്സറിയും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ടർബോക്കില്ലേ? ടർബോ എത്ര വേരിയന്റിൽ കിട്ടുന്നുണ്ട്? നമുക്ക് 3 വേരിയന്റ് ആണ്. ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന മാനുവലിൽ കിട്ടുന്നുണ്ട്. പിന്നെ Zeta-ലും ആൽഫയിലും ഓട്ടോമാറ്റിക്കലും മാനുവലും വരും. ഓക്കെ. ടോപ്പിലെ 3 വേരിയന്റിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടർബോന്റെ പ്രൈസ് ആണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് നമുക്ക് പറഞ്ഞ ഡെൽറ്റ പ്ലസ് 11,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ടർബോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു 1 ലിറ്റർ ടർബോ എഞ്ചിൻ ആണ്. പവർ ആണ് മെയിൻ അല്ലേ? 100 PS അല്ലേ? 100 PS പവർ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ വാഹനം ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. 11,25,000 ഓൺ റോഡ് പ്രൈസിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡിസ്കൗണ്ടും കുറയാനും ഉണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 11,000 തന്നെ ഇറക്കാനായിട്ട് പറ്റും. അത് ആക്സിഡന്റ് അടക്കം ചെയ്തിട്ട് അല്ലേ?
ടോട്ടൽ 43,100 രൂപയുടെ ആക്സസറീസ് ഒരു 10,10,70,000 ആ റേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ ടർബോ നമുക്ക് ഉണ്ടാവും. ഡെൽറ്റ പ്ലസ് പറയുമ്പോൾ അത്യാവശ്യം ഫീച്ചർ ഉണ്ടാവില്ല. ഡെൽറ്റ പ്ലസിലേക്ക് അലോയ് വീൽസ് ഒക്കെ വരും, ബ്ലാക്ക് കളർ അലോയ് വീൽസ്. സ്റ്റിയറിംഗ് കൺട്രോൾ, ടച്ച് സ്ക്രീൻ എല്ലാം ഉണ്ടാവും. ടച്ച് സ്ക്രീൻ വരും, റിവേഴ്സ് ക്യാമറ വരുന്നത്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, ലൈറ്റ് ഒക്കെ ഫ്രണ്ടിലത്തെ ഫുൾ ഓപ്ഷന്റെ സെയിം ലൈറ്റ് പോലെ തന്നെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരും. അത്യാവശ്യം ലോഡർ ആയിട്ടുള്ള ഒരു വേരിയന്റ് തന്നെ അത് പറയാം. എനിക്ക് തോന്നുന്നത് 10.5 ലക്ഷത്തിനൊക്കെ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറും. അത് കഴിഞ്ഞ നോർമൽ എഞ്ചിൻ 4 സിലിണ്ടർ എഞ്ചിനിലേക്ക് വരുമ്പോൾ എങ്ങനെ ഓഫർ വരുന്നത്? ടോട്ടൽ ഓഫർ വരുന്നത് 25,000 മാനുവലിനും 30,000 നമുക്ക് ഓട്ടോമാറ്റിക്കിനാണ് വരുന്നത്. അപ്പോൾ കുറച്ച് കുറവാണ് അല്ലേ? അത് കൺസ്യൂമർ എങ്ങനെ സ്പ്ലിറ്റ് ഉണ്ട്? അതോ കൺസ്യൂമർ ഓഫർ വരുന്നത് 15,000 മാനുവലിനും 20,000 നമ്മുടെ ഓട്ടോമാറ്റിക്കിന് വരുന്നത്. സ്വാഭാവികം. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫ്രോങ്സ് ഏറ്റവും അധികം വിൽക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ അതിലുള്ള ഓഫർ എമൗണ്ട് ഇത്തിരി കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് ഒക്കെ ആണെങ്കിൽ സിഗ്മ ബേസ് വേരിയന്റ് 8,77,000 അതിന് ഓഫർ ഉണ്ടോ? അതിന് നമുക്ക് ഇപ്പോഴും ഓഫർ ഇല്ല, റൂറൽ ഓഫർ മാത്രമേ വന്നിട്ടുള്ളൂ. ബേസ് വേരിയന്റിൽ നമുക്ക് ഓഫർ ഇല്ല. അത് 8,77 ആണ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് നന്നായിട്ട് പോകുന്ന മോഡലാണ്. അതെ അതെ, കാരണം 8,77,000 ഇത്രയും വലിയൊരു വണ്ടി കിട്ടിയാൽ ആരോ വാങ്ങാത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിന് ഓഫർ കുറവാണ്. രണ്ടാമത്തെ വേരിയന്റിലാണ് നമുക്ക് ഈ പറഞ്ഞ 25,000 രൂപ ഓഫർ വരിക. അതിന്റെ പ്രൈസ് 9,75,000 ആണ്. ഡെൽറ്റയുടെ മാനുവൽ ആണ് കേട്ടോ. 9,75. അപ്പോൾ 25,000 പറയുമ്പോൾ 9.5 ലക്ഷത്തിന് ഡെൽറ്റ തന്നെ കിട്ടും. രണ്ടാമത്തെ വേരിയന്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെ ഫ്രോങ്സിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതാ നമുക്ക്? ബലേനോ. ഓക്കെ, ബലേനോ നമുക്ക് പ്രധാനമായിട്ട് 4 വേരിയന്റിലാണ് കിട്ടുക അല്ലെ? 4 വേരിയന്റ്, സിഗ്മ, ഡെൽറ്റ, ആൽഫ, അങ്ങനെ 4 വേരിയന്റ് ആണ്. ഒറ്റ എഞ്ചിനല്ലേ ഉള്ളൂ? 4 സിലിണ്ടർ എഞ്ചിൻ, 1.2 ലിറ്റർ എഞ്ചിനാണ് വരിക. അപ്പോൾ ഇതിലപ്പോ ഒറ്റ ഓഫറാണോ അതോ വേരിയന്റ് വൈസ് മാറ്റണ്ടോ? അതായത് ഒരു നമ്മുടെ ഏറ്റവും ബേസ് ഓപ്ഷൻ 30,000, ബാക്കി എല്ലാത്തിനും 25,000 അങ്ങനെ ഓഫർ വന്നിട്ടുള്ളത്. കൺസ്യൂമർ ഓഫർ ആണ്. ടോട്ടൽ ഓഫറിലേക്ക് വരുമ്പോൾ 58,500, 53,500 അങ്ങനെ. ഓക്കെ, അപ്പൊ ഏതിനാ കൂടുതൽ? ബേസ് സിഗ്മക്കാണോ? സിഗ്മയ്ക്കാണ് കൂടുതൽ 58,000 വരെ കിട്ടും. ഓക്കെ, അപ്പൊ അതൊരു നല്ല ഡീലാണ്. കാരണം സിഗ്മയുടെ പ്രൈസ് കേട്ടാൽ ബലേനൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഫീച്ചേഴ്സും കാര്യങ്ങളും റോഡിലൊക്കെ കാണുമ്പോൾ വളരെ വില കൂടിയ വണ്ടിയാണ് എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ബേസ് വേരിയന്റ് പ്രൈസ് എന്ന് പറയാം. 7,80,000 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഞാൻ കണക്കൂട്ടി തെറ്റില്ല. 7,80,000 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ്. അതിനാണ് ഇപ്പോൾ 58,000 രൂപ വരെ ഡിസ്കൗണ്ട്. 7,80,000 50,000 രൂപയുടെ അടുത്ത് വില കുറഞ്ഞ ആലോചിച്ച് നോക്കിയ ബലേനോ പോലെ ഒരു വാഹനം നമുക്ക് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അതാണ്, നിങ്ങൾ വാഹനം എടുക്കാൻ ആർക്കെങ്കിലും ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട തൊട്ടടുത്തുള്ള പോപ്പുലർ ഷോറൂമിലേക്ക് എത്തിയാൽ മതി അല്ലേ? പോപ്പുലർ നമുക്ക് എല്ലാ ജില്ലയിലും സർവീസും സെയിൽസ് ഒക്കെ ഉള്ളൊരു ഡീലറാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതെ തളിപ്പറമ്പിലാണ്. അപ്പോൾ 7,80,000 നിന്നും 50,000 രൂപ സിഗ്മ, അത് ബേസ് വേരിയന്റ് തന്നെയാണ് പറഞ്ഞത്. അതിന് മറ്റുള്ള വേരിയന്റ് ഓഫർ എത്ര? 55. അതായത് 5,000 ഇതിന്റെ അകത്ത് കുറയും, 53 ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ മറ്റുള്ള വേരിയന്റ് പ്രൈസ് ഞാൻ പറയുകയാണെങ്കിൽ 8,78,000 ആണ്. 8,78 എന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ 55,000 വീണ്ടും കുറയുന്നത് കേട്ടോ. അപ്പോൾ അത് എല്ലാം മുകളിലേക്ക് എല്ലാ വേരിയന്റ് സെയിം ആണ് അല്ലേ? അതെ സെയിം. അതായത് മാത്രം നമുക്ക് 30,000 പ്ലസ്, അപ്പോൾ 58,500 തന്നെ വരുന്ന രീതിയിൽ സെയിം എമൗണ്ട് വരും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കിനും സെയിം ആണ്. മാനുവൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒക്കെ ഓഫർ ഉണ്ട്. ഈ പറഞ്ഞ പോലെ 58,000 രൂപ വരെ ഏറ്റവും മാക്സിമം കിട്ടും. അതിന്റെ കൺസ്യൂമർ ഓഫർ അതെങ്ങനെ വരുന്നത്? സ്പ്ലിറ്റ് അപ്പ് വരുമ്പോൾ 30,000 അല്ലെങ്കിൽ ഒരു കിറ്റ് ആണ്. 30,000 റീഗൽ കിറ്റ് ആണ്. ഏതെങ്കിലും ഒന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷനിലാണ്, രണ്ടും കൂടി കിട്ടില്ല. അതായത് കൺസ്യൂമർ ഓഫർ 30,000, അതിൽ മാറ്റിയിട്ട് നമുക്ക് ആക്സറി വേണമെങ്കിൽ റീഗൽ കിറ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അത് എത്ര വർത്ത് വരുന്നത്? എത്ര രൂപയുടെ? 30,000 തന്നെയാണ്. രണ്ട് സെയിം ആണ്. പിന്നെ ഉള്ളത് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫർ ആണ്. 15,000 15,000 രൂപ നമുക്ക് ഏത് വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന 10,000 വെച്ചാൽ മാരുതിയുടെ തന്നെ വണ്ടി എക്സ്ചേഞ്ച് ആണെങ്കിൽ 10,000 അഡീഷണൽ ബോണസ് കിട്ടും. SUVs ഒക്കെ ആണെങ്കിൽ 25,000 എക്സ്ചേഞ്ച് ബോണസ്, 30,000 രൂപ കൺസ്യൂമർ ഓഫർ, അങ്ങനെയാണ് 50,000. പിന്നെ കോർപ്പറേറ്റ് എല്ലാം കൂടിയിട്ട് ഏകദേശം 55,000 58,000 ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ പോകാനായിട്ട് പറ്റും. ഇതും സ്റ്റോക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. ഏത് കളറാണ് നമുക്ക് ഈ മാസം തന്നെ കൊടുക്കാം? അതെ, മാർച്ച് അല്ലേ? നിങ്ങൾക്ക് ഈ മാസം തന്നെ വണ്ടി ഈ ഓഫ് റോഡ് കൂടിയിട്ട് ഇറക്കാനായിട്ട്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയത് നമ്മുടെ ഫൈനാൻസിന്റെ കാര്യങ്ങളാണ്. നമുക്കൊരു കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ പറ്റും. എത്ര പെർസെന്റേജ്? നമുക്ക് 90-95% വരെ ഓൺ റോഡ് തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, ഓൺ റോഡിന് 90-95 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ടുള്ള എമൗണ്ട്. ഒരു ഒക്കെ 10 ലക്ഷത്തിനകത്ത് വില വരുന്ന വണ്ടികളാണ് നമ്മൾ ഇത്ര നേരം കണ്ടതൊക്കെ, ഗ്രാൻഡ് വിറ്റാര ഒഴിച്ച്. അപ്പോൾ 10 ലക്ഷത്തിനകത്ത് അതിൻ്റെ 95 എന്ന് പറയുമ്പോൾ 50,000 60,000 70,000 1 ലക്ഷത്തിനകത്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ തന്നെ നമുക്ക്. ഓക്കെ, മാരുതി പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാം അതെ. ഇൻഷുറൻസ് നമ്മുടെ ഫൈനാൻസ് കമ്പനികളൊക്കെ ബാങ്കുകളൊക്കെ ടൈപ്പുള്ള സ്ഥാപനം തന്നെയാണ്. അടുത്തത് അപ്പോൾ ഇത്രയല്ലേ നമുക്ക് ബലേനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ അടുത്തത് ജിംനി നോക്കാം.
ജിംനിക്ക് വലിയൊരു ഓഫർ ഉണ്ട്, പക്ഷെ നമുക്ക് കേട്ടാൽ വലുതായി തോന്നില്ല. കാരണം ഇതിലും വലിയ ഓഫർ ജിംനിക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഇപ്പൊ വരുന്നത്? 1 lakh ആണ് ടോട്ടൽ. 1 lakh ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ, സീറ്റക്ക് ഇല്ല. നമുക്ക് 2 വേരിയന്റാണ് പ്രധാനമായിട്ട് ജിമ്മിന് ലഭിക്കുക. സീറ്റ ആൽഫ, അത് മാനുവലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഡുവൽ ടോൺ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ആൽഫ എടുക്കണം, നിങ്ങൾക്ക് 1 ലക്ഷം ഓഫർ കിട്ടണമെങ്കിൽ. ബാക്കി ഒന്നിനും ഓഫർ ഇല്ല. ഓക്കെ, സ്റ്റോക്ക് ഉണ്ടോ വണ്ടി? റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ മാർച്ചിൽ തന്നെ ഡെലിവറി വേണ്ടവർക്ക് സെറ്റ് ആക്കി തരും. അപ്പോൾ ആ രൂപത്തിലാണല്ലോ. അത് എങ്ങനെ എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ? ഇല്ല, ഇത് കൺസ്യൂമർ ഓഫർ ആണ് 1 lakh ആൽഫ. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ് ആ 1 ലക്ഷം എന്നുള്ളത്. അതിൽ എക്സ്ചേഞ്ച് വേണമെന്നോ അങ്ങനെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രൂപത്തിലാണ് ജിമ്മിന് വരുന്നത്. പിന്നെ നമുക്ക് ഇൻവിക്ടോ പറയാനുണ്ട്. അതിനെത്ര വരുന്നുണ്ട് ഓഫർ? ഇൻവിക്ടോ ടോട്ടൽ ഓഫർ 1,25,000 ആണ് വരുന്നത്. ടോപ്പ് എൻഡ് വെർഷൻ വരുന്നത്. ടോപ്പ് എൻഡ്. ഓക്കെ, അപ്പോൾ അത് ഇൻവിക്ടോ നമുക്ക് അറിയാവുന്ന പോലെ സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനെത്ര മൈലേജ് പറയുന്നത്? മൈലേജ് ഇൻവിക്ടോക്ക് 24 ആണ്. 24 ഫുള്ളി ഹൈബ്രിഡ് ആണ്. ഓക്കെ, സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. അപ്പോൾ 1,25,000 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവിക്ടോയുടെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് 31,98,000 ആണ് ഓൺ റോഡ്. അതിൽ നിന്നും 1,25,000 രൂപ ഡിസ്കൗണ്ട് ഇപ്പോൾ കിട്ടും. അപ്പോൾ ജിമ്നിയുടെ വില പറയാൻ പറ്റുമോ? ഈ ജിമ്നി 15,15,000 ആണ് സീറ്റ, പക്ഷെ അതിന് ഇപ്പോൾ ഓഫർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആൽഫ നോക്കുകയാണെങ്കിൽ 16,27,000 ആണ്. അപ്പോൾ അത് 1 ലക്ഷം കുറഞ്ഞ് 15,27,000 കിട്ടും. അപ്പോൾ ഒരു 15,15,4 ലക്ഷത്തിന് നമുക്ക് ഏറ്റവും ഹൈ എൻഡ് ടോപ്പ് എൻഡ് ജിമ്നി നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഈ ഓഫറൊക്കെ എവിടെ കിട്ടുക? തളിപ്പറമ്പ് പോപ്പുലർ നെക്സയിലാണ് കിട്ടുക. അപ്പോൾ മാർച്ചിലത്തെ ഓഫേഴ്സാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ കേട്ടോ. നിങ്ങൾക്ക് വാഹനം പെട്ടെന്ന് ഡെലിവറി കിട്ടും, ഇത്രയും ഡിസ്കൗണ്ടിലും കിട്ടും. ഇനിയിപ്പോൾ വന്ന് എൻ്റെ പേര് പറഞ്ഞത്, നമ്മുടെ ചാനലിൻ്റെ പേര് പറയാം, മറ്റേ റോഷ്നി മാമിന് വീഡിയോ കണ്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി അല്ലേ? ഓഫർ കൊടുക്കില്ലേ? സ്പെഷ്യൽ ഓഫർ പരിപാടികളൊക്കെ ഇട്ട് കൊടുക്കും, സെറ്റാക്കും. ഈ മാസം തന്നെ ഡെലിവറിയും കൊടുക്കുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർ വിളിച്ചു കഴിഞ്ഞാൽ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിരിക്കും മറ്റുള്ള വേരിയൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ 2 പേജ് പ്രൈസ് ഫുൾ വീഡിയോയിൽ പറയാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, അതുകൊണ്ടാണ് എല്ലാം പറയാത്തില്ല. അതിനും സ്റ്റാർട്ടിങ് മാത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും വേറൊരു ഓഫർ കാര്യങ്ങളായിട്ട് വേറൊരു ദിവസം വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.